അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളുടെ മനസ്സുകളിലെന്നും മധുരമാർന്ന ഓർമ്മകളുമായി നിറഞ്ഞു നിൽക്കുന്ന പവിത്ര ഭൂമിയാണ് മക്ക. വിശുദ്ധ ഭവനമായ കഅബയിലേക്ക് ദിനേന തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന വിശ്വാസികൾക്ക് ആ പുണ്യഭൂമിയുടെ പവിത്രതയെ ഒരിക്കലും വിസ്മരിക്കാനാവുകയില്ല. കഅബയും ഹജറുൽ അസ്വദും മഖാം ഇബ്രാഹിമും സംസമും സഫയും മറവയുമെല്ലാം ഈമാനുള്ളവർക്കെന്നും പ്രിയങ്കരം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക എന്ന നാടിനെക്കുറിച്ച് പറഞ്ഞത്, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ ഈ നാട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ മക്ക പവിത്രമാക്കിയിരിക്കുന്നു. അന്ത്യനാൾ വരേക്കും അത് പവിത്രമായി കൊണ്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് ചേർത്തു വെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനോട് ഒരിക്കൽ അവിടുന്ന് ചോദിച്ചു, ഈ നാട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ മറുപടി നൽകി, ഇത് പവിത്രമായ നാടാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠത നൽകിയ നാടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുകയുണ്ടായി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനായി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട മന്ദിരമായ കഅബ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം അത് ബക്കയിലുള്ളതത്രേ. അത് അനുഗ്രഹീതമായതും ലോകർക്ക് മാർഗദർശകമായും നിലകൊള്ളുന്നു എന്ന് സൂറത്തുൽ ആലി ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്വഹാബി പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭൂമിയിൽ ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട പള്ളിയെക്കുറിച്ച് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് മസ്ജിദുൽ ഹറാമാണെന്നാണ്. പ്രത്യേകമായി പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിട്ടുള്ള 3 പള്ളികളിൽ ഒന്നാമത്തേത് മക്കയിലുള്ള മസ്ജിദുൽ ഹറാമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പവിത്രമായ നിർഭയത്വമുള്ള ഈ രാജ്യത്തെ പ്രത്യേകമായി കൊണ്ട് സത്യം ചെയ്തു പറയുവാൻ എടുത്തുപയോഗിച്ചിട്ടുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യമെന്നൊക്കെ ഖുർആൻ പ്രയോഗിക്കുമ്പോൾ അതും മക്കയുടെ ശ്രേഷ്ഠതയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മക്കയെ പവിത്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അറിയിച്ചു. മക്കയ്ക്ക് വേണ്ടിയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ 126-ാമത്തെ വചനത്തിലൂടെ വൈദ ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന എന്ന് തുടങ്ങുന്ന ആ പ്രവാചകന്റെ പ്രാർത്ഥന അല്ലാഹുവേ ഇതൊരു നിർഭയത്വത്തിന്റെ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിൽ നിന്ന് അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്കനികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചു. അല്ലാഹു പവിത്രമാക്കിയ മക്കയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും വസിക്കുന്നതിനുമെല്ലാം അല്ലാഹു പ്രത്യേകമായ നിർഭയത്വം നൽകിയിട്ടുണ്ട്. ഉന്നതമായ പ്രതിഫലം അവിടെയുള്ള നമസ്കാരങ്ങൾക്കുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ നാടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞത്, ദജ്ജാൽ ചവിട്ടാത്തതായ ഒരു നാടും തന്നെയില്ല. പക്ഷേ മക്കയും മദീനയും ഇല്ല, മക്ക വൽ മദീന, മക്കയിലും മദീനയിലും ഒരിക്കലും ദജ്ജാലിന്റെ ഫിത്ന എത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള നിർഭയത്വത്തെ കുറിച്ച് പറഞ്ഞു. അന്ത്യനാളിനോടടുക്കുമ്പോൾ ലോകത്ത് അവിശ്വാസം വർദ്ധിച്ച് വിശ്വാസമില്ലാതെയാകുന്ന സാഹചര്യത്തിൽ ഈമാൻ ചെന്നു ചേരുന്ന നാട് മക്കയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി പ്രഖ്യാപിച്ച ഈ പവിത്രമായ നാടിനെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അതിന്റെയൊക്കെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.